ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ശരിക്കും ഒരു മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ ആപ്പിൾ അച്ചാറിന്. മാങ്ങ കിട്ടാത്ത സീസണിൽ നമുക്ക് ആപ്പിൾ വെച്ചിട്ടും നല്ല അച്ചാർ തയ്യാറാക്കാം. ഞാൻ നേരത്തെ പപ്പായ കൊണ്ടുള്ള അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതും മാങ്ങ അച്ചാറിൻ്റേത് പോലെയുള്ള ടേസ്റ്റാണ് കേട്ടോ. കുറേ പേര് തയ്യാറാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുവെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി ആപ്പിൾ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഗ്രീൻ ആപ്പിളിന് കുറച്ച് പുളി കൂടുതലുണ്ടാകും. നിങ്ങൾ ചുവപ്പ് നിറത്തിലുള്ള ആപ്പിളാണ് എടുക്കണതെങ്കിൽ പുളിയുള്ള ആപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗ്രീൻ ആപ്പിളാണ് കുറച്ചും കൂടി കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ആപ്പിൾ നന്നായി കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെച്ചെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. ഇനി ഇതിൻ്റെ ഞെട്ടും കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാർ തയ്യാറാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത്. നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ്. കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് കടുക് ചേർക്കുകയാണെന്നുവെച്ചെങ്കിൽ കടുക് കരിഞ്ഞു പോയില്ല. അപ്പോൾ ഇതാ കടുകും മുളകുമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ അച്ചാറിൽ ഇഞ്ചി അധികം വേണ്ട, പക്ഷേ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം. വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് ഈ അച്ചാറിന് നല്ല ടേസ്റ്റ്. ഇപ്പോഴത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറുണ്ടാവും, എന്നാലിട്ട് അധികം എരിവും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി അങ്ങനെ കരിയുന്ന സംശയം ഉണ്ടെച്ചെങ്കിൽ കുറച്ച് വെള്ളത്തിൽ പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കരിഞ്ഞു പോവില്ല കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ കിച്ചണിൽ നല്ല മണമാണ് കേട്ടോ. അച്ചാറിന് ഈ പൊടികളൊക്കെ മൂപ്പിക്കുമ്പോഴുള്ള ഈ മണം എനിക്ക് നല്ല ഇഷ്ടമാണ്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആപ്പിളിന് മാങ്ങയുടെ അത്ര പുളിയില്ലല്ലോ, അതുകൊണ്ട് വിനീഗർ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തിളപ്പിച്ച ആറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് അച്ചാറിന് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആപ്പിളിൽ മസാലക്കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 സെക്കൻഡോളം നമുക്കിതൊന്ന് തിളപ്പിക്കാം കേട്ടോ. അധികം നേരം തിളപ്പിക്കരുത്. ആപ്പിൾ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പും എരിവും പുളിയൊക്കെ നല്ല കറക്റ്റാണ്. ആപ്പിളിന് അധികം പുളിയില്ലാത്തത് കൊണ്ട് നമ്മൾ വിനീഗർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി വിനീഗർ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ആപ്പിൾ കൊണ്ട് ഏകദേശം മാങ്ങ അച്ചാറിൻ്റെയൊക്കെ ടേസ്റ്റിൽ അച്ചാർ തയ്യാറാക്കാം. നേരത്തെ ഞാൻ പപ്പായ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം മാങ്ങ അച്ചാറിൻ്റെ ഇതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അച്ചാർ ഒരു ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് ഈ അച്ചാറിന്. നിങ്ങളെല്ലാവരും ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.